Kerala and Karnataka. കുട്ടികളുടെ രക്ഷിതാക്കളായ അഗാധത്തിൽ പൊലിഞ്ഞുപോയ കുട്ടികൾ രക്ഷിതാക്കളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ പ്രത്യേകമായി ഉണ്ടാക്കിയ സസ്നേഹം സഹപാഠിക്ക് എന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, അകാലത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ പറക്കമറ്റാത്ത 3 കുട്ടികൾക്ക് സ്വന്തമായൊരു കൂടൊരുക്കാൻ GBHS മൊഗ്രാലിലെ കുട്ടികൾ ഏറ്റെടുത്ത അഭിമാനം. നമ്മൾക്കറിയാം, രക്ഷിതാക്കൾ, PTA, SMC, മദർ PTA, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ഒന്നിച്ച് കൈകോർത്തതോടെ ശരവേഗത്തിൽ ഒരുപാട് ഓരോ ചില്ലിക്കാശും ഈ വീടിന് വേണ്ടി സ്വരൂപിച്ചപ്പോൾ സ്കൂളിൻ്റെ മാലിന്യങ്ങൾ മുഴുവനായും തുടച്ചു മാറ്റാൻ സാധിച്ചു എന്നതാണ് ഞങ്ങളുടെ അഭിമാനം. അതുകൂടി ഞങ്ങൾ ഓർത്തപ്പോൾ സഹകാരിക്ക് ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം കുട്ടികളുടെ കയ്യിൽ നിന്നും സ്വരൂപിച്ചെടുത്തപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു PTAക്ക് തൂവൽ ചേർത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്ന കാരുണ്യം വർഷിക്കുന്ന ഒരു ചടങ്ങിലാണ് എൻ്റെ മണ്ഡലത്തിലെ അതിർത്തിയിലെ ഇഷൽ ഗ്രാമവും കാൽപന്ത് കളിയുടെയും ഈറ്റില്ലവും പോറ്റില്ലവുമായ മുഗ്രാലിലെ ഈ വിദ്യാലയ മുറ്റത്തിന് നടക്കുന്നത്. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം ബഹുമാന്യ മിനിസ്റ്റർ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് വൈകുന്നേരം വരെ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പ്രോഗ്രാമുകളുടെ തിരക്കിട്ട ഷെഡ്യൂളിലാണ്. എൻ്റെ മണ്ഡലത്തിൻ്റെ സാംസ്കാരിക നഗരിയായ മൊഗ്രാലിലെ ഈ വിദ്യാലയ മുറ്റത്ത് സഹപാഠിക്കൊരു സസ്നേഹം സഹപാഠിക്ക് ഭവന സമർപ്പണം നടക്കുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കായിക മന്ത്രി 9-ാം തീയതി നടക്കേണ്ട പ്രോഗ്രാം പോലും 12-ലേക്ക് മാറാനുള്ള കാരണം ലോകോത്തര ടീമുകളെയും മലപ്പുറത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിയുടെ ആ ഷെഡ്യൂളിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 12-ലേക്ക് ഈ പ്രോഗ്രാം ഇന്ന് മാറിയത്. മുഖ്യരാലിൽ പ്രസംഗിക്കുമ്പോൾ ഫുട്ബോളിൻ്റെ സാക്ഷരത പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥൻ ആരെന്ന് ചോദിച്ചാൽ കുത്തിരിപ്പ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ ഓർക്കാതെ ഈ നാടിനെ കടന്നുപോകാൻ കഴിയും. ദേശീയ കാർ റാലി ചാമ്പ്യൻഷിപ്പ് ലോകത്ത് നടക്കുമ്പോൾ കേരളീയരും ഇന്ത്യക്കാരും മലയാളികളും എന്നും അഭിമാനം കൊള്ളുമ്പോൾ ഈ നാട് തുള്ളിച്ചാടുന്നത് പ്രിയപ്പെട്ട മൂസ ഷരീഫ് എന്ന് പറയുന്ന 7 ചാമ്പ്യൻഷിപ്പിനെ
ദേശീയ കാറാളി ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവായ ഷെരീഫിന്റെ മണ്ണാണിത്. 33 വർഷമായി 3500ഓളം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തി ലോക റെക്കോർഡ് സ്ഥാപിച്ച MS മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മണ്ണാണ്. HA ഖാലിദ് എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ മുഖരാലുകാരനാണ്. നിരവധി ജില്ലാ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ മേഖലയിലേക്ക് താരങ്ങളെ സമർപ്പിച്ചു എന്ന് മാത്രമല്ല, കേരളം സന്തോഷ് ട്രോഫിയിൽ മുത്തമിടുമ്പോൾ കേരളത്തിന് വേണ്ടി PCM കുഞ്ഞി എന്ന് പറയുന്ന മനുഷ്യൻ കേരള ഫുട്ബോൾ ടീം മിനിസ്റ്റർ മണ്ഡലത്തിന്റെ വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. 2 വർക്കാടിയിലെയും മീഞ്ചയിലെയും 100 ലക്ഷം വീതമുള്ള 2 സ്റ്റേഡിയത്തിന്റെ സമർപ്പണം നടക്കുമ്പോൾ മിനിസ്റ്റർ ഒരിക്കൽ കൂടി ഈ മൊഗ്രാനിലേക്ക് വീണ്ടും എത്തും. 300 ലക്ഷം രൂപയുടെ 3 കോടിയുടെ ഒരു സ്റ്റേഡിയമാണ് മൊഗ്രാനിന്റെ സ്കൂൾ മൈതാനത്തേക്ക് നിങ്ങളുടെ MLA എന്ന നിലയ്ക്ക് കഠിന പരിശ്രമത്തിന്റെ ഫലമായി പഴയ MLAയുടെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു ഫണ്ടിനെ നന്നായി ഫോളോ ചെയ്ത് നമുക്കത് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ തറക്കല്ലിടൽ എല്ലാ ഫുട്ബോൾ താരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട V. അബ്ദുറഹ്മാൻ മിനിസ്റ്റർ വന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ നമുക്ക് നിർവഹിക്കും. അദ്ദേഹത്തിൻ്റെ തീയതി ഈ അധ്യക്ഷ ഭാഷണത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. എന്ന ഭാവിയിൽ ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരം V. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മിനിസ്റ്ററായിരിക്കും. ആ കസേരയിൽ നിന്ന് അത്രമാത്രം കേരളത്തിൻ്റെ ഫുട്ബോൾ മേഖലയെ, കബഡി, എല്ലാ മേഖലകളെയും വളരെ നന്നായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ, ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തേക്ക് എത്തി. മഞ്ചേശ്വരം പഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് 1 കോടി അദ്ദേഹം നൽകിയ കാര്യം ഈ സന്തോഷത്തോടു കൂടി ഞാൻ നന്ദിയോടുകൂടി മഞ്ചേശ്വരക്കാർ ചെയ്യാം. സന്തോഷത്തിന്റെ ദിവസമാണ്. ഈ വിദ്യാലയത്തിന്റെ കുട്ടികൾ, ഒരു കുടുംബത്തിന് അനാഥരായ കുട്ടികളെ ചേർത്ത് നിർത്താൻ അവരുടെ ചോക്ലേറ്റിന്റെ പണം മാറ്റിക്കൊണ്ട് PTA കമ്മിറ്റി, മദർ PTA കമ്മിറ്റി, HMC, അതോടൊപ്പം SMC, ഇവിടുത്തെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് സംയുക്തമായി ഈ ഒരു സമർപ്പണം നടത്തുമ്പോൾ വയനാടിന്റെ ദുരന്തമുഖത്തെ കേരളത്തിന്റെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ലോകം അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മാതൃകയാണ് എൻ്റെ മണ്ഡലത്തിലെ ഈ വിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും ചേർന്ന് ഇന്ന് സമർപ്പിക്കുന്നത്. അതിൻ്റെ താക്കോൽ കൈമാറിപ്പിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ, ഇതിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രിയ സഹപാഠിക്ക് ഇത്തരത്തിലൊരു വീട് വെച്ച് നൽകി. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലെത്തുകയും എല്ലാ മേഖലയും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന, പ്രത്യേകിച്ച് കായിക മേഖലയിലൊക്കെ തന്നെ വലിയ ശ്രദ്ധ പതിപ്പിക്കുന്ന പ്രിയപ്പെട്ട MLA ശ്രീ AK അഷ്റഫ്, ചെയർമാൻ ശ്രീ M. സിദ്ദീഖ്, ഹെഡ്മാസ്റ്റർ ശ്രീ അബ്ദുൽ ബഷീർ, ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ദേവി ബാലകൃഷ്ണൻ, കുമ്പള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ തായ്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വിഭാഗമാണ്. ഇത് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയും. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ നോക്കൂ, ഏകദേശം അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വൃത്തിയുള്ളൊരു വീടിൽ താമസിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പം അത് സാധിപ്പിച്ചെടുക്കാൻ എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ മലയാളികളുടെ ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത് മറ്റുള്ള കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഒരാൾക്ക് രോഗം വന്നു, അവരെ സഹായിക്കാൻ നമ്മൾ ഓടിയെത്താറുണ്ട്. കഴിയുന്നത്ര സഹായങ്ങൾ നമ്മൾ നൽകാറുണ്ട്. ഒരു വീട്ടിൽ ഭക്ഷണമില്ല എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വിവരം നമ്മളെ അടുത്തെത്തിയാൽ അവരെ സഹായിക്കാൻ 100 കരങ്ങളാണ് ഒന്നിച്ചു വരാറുള്ളത്. നമ്മളെ പ്രേരിപ്പിക്കുന്നു. അഭിമാനത്തോടു കൂടി ഏത് നാട്ടിൽ ചെന്നാലും ഏത് രാജ്യത്ത് നിന്നാലും ഞാനൊരു മലയാളിയാണ് എന്ന അഭിമാനബോധം നൽകുന്ന ഒന്നാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങൾ ഈ സഹപാഠിക്ക് നൽകിച്ചിട്ടുള്ള ഈ സ്നേഹഭവനം എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ. അതോടൊപ്പം തന്നെ MLA ഒരു ഗ്രൗണ്ട് നിങ്ങൾക്ക് നിർമ്മിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഈ വിദ്യാലയത്തിന് ഏകദേശം 1200 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം 3 കോടി ചെലവിൽ പുതിയ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ജനകീയനായ MLA ശ്രീ AKM അഷ്റഫ് അവർകൾ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലധികാരി കൂടിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവർകൾ, വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രതിനിധികളെ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, മൊക്കാൽ ഗ്രാമത്തിൽ 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി VHSC വിഭാഗങ്ങളെ വരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിക്കൊണ്ട് തലയുയർത്തി നിൽക്കുന്ന 2200ഓളം കുട്ടികൾ പഠിക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട പൊതുവിദ്യാലയമാണ് മൊഗ്ഗാൽ ജീവി. കൂടൊരുക്കാൻ അവരതിന് ഒരു പേര് കണ്ടെത്തി, സസ്നേഹം സഹപാഠിക്ക്. ഓരോ ദിവസവും ചോക്ലേറ്റും സിപ്പപ്പും ഒക്കെ ഉപേക്ഷിച്ച് ആ പൈസ തങ്ങളുടെ ക്ലാസ് അധ്യാപകരെ ഏൽപ്പിക്കണമെന്ന നിർദ്ദേശത്തെ കുട്ടികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. 100ഓളം അധ്യാപകരും ജീവനക്കാരും ഉൾക്കൊള്ളുന്ന സ്റ്റാഫ് കൗൺസിലും വളരെ സുത്യർഹമായ രീതിയിൽ വിദ്യാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന PTA-യും SMC-യും മദർ PTA-യും പച്ചക്കൊടി കാണിച്ചതോടുകൂടി മൊഗ്ഗാലിന്റെ സ്വപ്ന പദ്ധതിയായ സസ്നേഹം സഹപാഠിയുടെ ചൊക്കാൻ പിടിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ നന്മയുടെ സൗധം തീർത്ത് ഉയർത്തിപ്പിടിക്കുന്ന വലിയ സന്ദേശമുണ്ട്. ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അതേ അതിജീവിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടാവുമെന്നുള്ള വലിയ സന്ദേശം, സഹജീവി സ്നേഹവും കാരുണ്യവും മാനവികതയും ഉയർത്തിപ്പിടിക്കണമെന്ന നല്ല പാഠം കുട്ടികളിൽ എത്തിക്കുക. വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. ലക്ഷ്യങ്ങളോടുകൂടി ഈ പദ്ധതി മുന്നോട്ട് 10 ലക്ഷം ചെലവിൽ 102 സ്ക്വയർ ഫീറ്റ് സെന്റ് ഭൂമിയിൽ നിന്നും പദ്ധതിയോടെ കുട്ടികളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയതോടുകൂടി പരിപാടി ആരംഭം കുറിക്കപ്പെട്ടു. ഓരോ ദിവസവും കുട്ടികൾ നൽകുന്ന പൈസ ക്ലാസ് അധ്യാപകർ ശേഖരിച്ച് ഓരോ വിഭാഗത്തിലെയും SRC കൺവീനർമാരെ അതേ ദിവസം തന്നെ ഏൽപ്പിക്കുകയും SRC കൺവീനർമാർ അന്ന് ആ തുക പദ്ധതി ലക്ഷങ്ങളായി മാറി. ഒരുപോലെ സന്തോഷവും 2024 ജനുവരി മാസം 12 കുട്ടികളിൽ നിന്ന് സ്വരൂപിച്ചെടുത്ത 3 ലക്ഷത്തോളം രൂപയും ഇതിന് കൃത്യമായ പിന്തുണയുമായി ബന്ധപ്പെടുത്തിയ SSLC ബാച്ചുകളുടെ പേരുകൾ പറയാൻ റിപ്പോർട്ടുണ്ടെങ്കിലും അധിക സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് ചുരുക്കുകയാണ്. അവരൊക്കെ ഈ സമയത്ത് ഓർമ്മിച്ചുകൊണ്ട് അത് മനസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ ഈ വർഷം ശ്രീമതി TK അൻവർ മാസ്റ്റർ, ജാൻസി ചെല്ലപ്പൻ, B മോഹൻ, ശ്രീമതി തസ്ലീം, അതുപോലെ തന്നെ റിയാസ് അബ്ദുൽ കരീം, ലത്തീഫ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സരിത S, ശ്രീമതി ജമീല സിദ്ദീഖ്, സൽമാന്റെ ചോര ചിന്തിയതി നാടി ദിനമേ മരണം വരിച്ചൊരായിരം അബ്ദുൽ റിയാസ് K,
ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും മാറ്റൊരു മൗലാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി ആകർഷകമായ വ്യക്തിത്വമുണ്ട്. കർമ്മപഥത്തിൽ ശക്തമായി മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയത് കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി മൗലാന മുഹമ്മദ് നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി കാരുണ്യപീഠമേ സൃഷ്ടികൾക്കെന്താണ് ബഹുമാനപ്പെട്ട എച്ച് എം അബ്ദുൽ ബഷീർ സാർ അടുത്തതായി നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ തരും മോദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ നിർമ്മാണ പെർമിറ്റ് ഫീസ് മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി മൗലാന മുഹമ്മദ് ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അതുപ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക
തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിന്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിന്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി
Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടിത്തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടിത്തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടിത്തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി.